അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 8ാമത്തെ പാഠാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത്തയമ്മുമു. ഇത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു പുതിയ സംഭവമാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല ഈ സംഭവം. എന്താണെന്നറിയാം? ഇത് മണ്ണ് കൊണ്ടുള്ളൊരു കളിയാണ്. മണ്ണ് കൊണ്ടുള്ളൊരു കളിയാണിത് അല്ലേ? അതെന്താ സംഭവം? അതായത് ഇത് നിങ്ങൾക്ക് ഉളു എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളെ കാലിലോ അല്ലെങ്കിൽ മുഖത്തൊക്കെ എന്തായി, എന്തെങ്കിലും ഒരു മുറിവുണ്ടായി, അങ്ങനെ നിങ്ങൾക്ക് ഉളു എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉളു എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ സുസ്തായിട്ട് ഇരിക്കണ്ട. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ തയമ്മും ചെയ്ത് നിസ്കരിക്കണം. അപ്പോൾ തയമ്മും എങ്ങനെ ചെയ്യുക, അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഈ പാഠം കുറച്ച് ടഫാണ്, എല്ലാവരും ശരിക്കും പഠിക്കണം. ഒരുപാട് പഠിക്കാനുണ്ട് ഇതിന്. അത്തയമ്മുമു. വെള്ളം കിട്ടാതെ വരികയോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ നാം എന്ത് ചെയ്യണം? 2 കാരണങ്ങളാണ് തയമ്മും ചെയ്യാൻ. ഒന്ന്, വെള്ളം കിട്ടാനില്ല. അങ്ങനെയൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല അല്ലേ? ഫലസ്തീനിലൊക്കെ ഉണ്ട് വെള്ളം കിട്ടാനില്ലാതെ, അങ്ങനത്തെ മരുഭൂമികളിലൊക്കെ. അതുപോലെ ഇന്ന് യുദ്ധം നടന്നുകൊണ്ട് ഫലസ്തീനിലൊക്കെ അങ്ങനെ വെള്ളം കിട്ടാത്തതുണ്ട്. അങ്ങനെ വെള്ളം കിട്ടാത്ത വരിക. അല്ലെങ്കിലോ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? അവൻ്റെ ശരീരത്തിലൂടെ മുറിയുണ്ട്. അവൻ്റെ മുഖത്തോ കയ്യിലോ അങ്ങനെ എവിടെയെങ്കിലും കാലിലൊക്കെ മുറി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഉയർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വന്നു. എന്നാൽ എന്ത് ചെയ്യണം? വുളൂഇന് കുളിക്കും പകരം തയമ്മും ചെയ്യണം. ഇതിന് പകരമാണ് ആയിരിക്കും. വുളൂഇന് പകരം, അത് കുളിക്ക് പകരം തയമ്മും ചെയ്യണം. അപ്പം നിങ്ങൾ ആലോചിക്കും, പടച്ച തമ്പുരാനെ, കുളിക്ക് പകരം തയമ്മും ചെയ്യുക. അപ്പോൾ നമ്മളെ മേലെ കൂടി എല്ലാ ശരീരം മൊത്തം മണ്ണ് നമ്മളെ ശരീരം മൊത്തം മണ്ണ് വാരിയിടണ? വേണ്ട. ഇത് തയമ്മും ചെയ്യാൻ ചില അവയവങ്ങളുണ്ട്, അവിടെ മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് പറയാം. അപ്പോൾ എന്തിനൊക്കെയാണ് തയമ്മും ചെയ്യുക ആദ്യം പഠിക്കുക. എന്തൊക്കെയൊക്കെ? വുളൂഇനും കുളിക്കും പകരം തയമ്മും ചെയ്യണം. അടുത്ത് നോക്കാം. നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. 2 പണിയുള്ളൂ. ഒന്ന് മുഖത്ത്, മറ്റൊന്ന് 2 കൈയിലും. വേറെ എവിടെയും വേണ്ട. വേറെ എവിടെ നിങ്ങൾ കാലുമ്മ മണ്ണ് ഒഴിക്കണ്ട, കാലുമ്മ മണ്ണ് വാരിയിടണ്ട. അല്ലെങ്കിൽ നമ്മൾ വുളു ചെയ്യുമ്പോൾ തല തടവലുണ്ട്, തലയിൽ വേണ്ട, കയ്യിൽ ചെവിയിൽ വേണ്ട, എവിടെയും വേണ്ട. ഈ 2 സ്ഥലത്ത് മാത്രം മതി. എവിടൊക്കെ? നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. പഠിച്ചല്ലോ? അപ്പൊ എന്താണ് തയമ്മും? ഇത് പ്രധാനപ്പെട്ട. എന്താണ് തയമ്മും? നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ഓക്കെ. ഇനി തയമ്മും ചെയ്യേണ്ട രൂപം, ഇത് സ്കാൻ ചെയ്തിട്ട് എല്ലാവരും അതിൻ്റെ രൂപം നിങ്ങൾ കാണണം. ഞാനിപ്പോൾ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. തയമ്മും ചെയ്യേണ്ട രൂപമാണ് ഇവിടെ പറയുന്നത്. ഓർഡർ അനുസരിച്ച് പറയണം. 1, ശരീരത്തിൽ നജസുകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ശരീരത്തിൽ മൂത്രോ ഛർദ്ദിച്ചതോ രക്തമോ അങ്ങനെ എന്തെങ്കിലും നജസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നീക്കം ചെയ്യണം. പിന്നെ വള, മോതിരം മുതലായവ ഊരി വെക്കുക. അതെന്തിനാ വള ഊരി വെക്കുന്നത്? അതായത് തയമ്മും ചെയ്യുന്ന സമയത്ത് ഈ കയ്യിൽ മോതിരം ഉണ്ടാവാൻ പാടില്ല. മോതിരം ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും? അവിടെ മണ്ണ് തട്ടാതാവും. അപ്പോൾ അത് പ്രശ്നമാണ്. വെള്ളം പോലെ അല്ലല്ലോ മണ്ണ്. അപ്പോൾ അതുകൊണ്ട് വള, മോതിരം മുതലായവ എന്ത് ചെയ്യണം? ഊരി വെക്കണം. അടുത്തത്, ബിസ്മി ചൊല്ലി ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി ശുദ്ധിയുള്ള പൊടിമണ്ണിൽ 2 കൈകൊണ്ടും അടിച്ച് നിയ്യത്തോടു കൂടി തന്നെ മുഖം ഒരു പ്രാവശ്യം തടവുക. മനസ്സിലായില്ല അല്ലേ? ഇവിടെ പഠിക്കേണ്ട എന്താണ് തയമ്മുമിന്റെ നിയ്യത്ത്. എന്താ? ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. നിയ്യത്ത് വെച്ചല്ലോ. നിയ്യത്ത് ചെയ്തിട്ട് ഇവിടെ മണ്ണുണ്ടാവും കേട്ടോ. നമ്മളിവിടെ മണ്ണ് സങ്കല്പിക്കാം. 2 കൈ എന്ത് ചെയ്യുക? അങ്ങനെ അമർത്തുക, മണ്ണിൽ ഇങ്ങനെ അമർത്തുക. എന്നിട്ട് ആ 2 കൈ നമ്മൾ എന്ത് ചെയ്യുക? മുഖത്ത് കൊണ്ടുപോയിട്ട് തടവുക. അതാണ് പണി. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്തോടു കൂടി ശുദ്ധിയുള്ള പൊടിമണ്ണിൽ 2 കൈ കൊണ്ട് അടിച്ച് നിയ്യത്തോടു കൂടി തന്നെ മുഖം ഒരു പ്രാവശ്യം തടവുക. ഒറ്റ പ്രാവശ്യം മതിയെ. 3 വട്ടം മുഖത്തൊന്നും മണ്ണ് വാരിയിട്ടുണ്ട് കേട്ടോ ആരോട്ടും. അതൊന്നും ചെയ്യണ്ടേ, ഒറ്റ പ്രാവശ്യം മതി. അടുത്തത്, ശേഷം 2 കൈകൾ കൊണ്ടും വീണ്ടും മണ്ണടിച്ചെടുക്കുക. പിന്നെ അപ്പം മുഖം തടവി കഴിഞ്ഞു, ഒറ്റ വട്ടം ചെയ്തു. പിന്നെ അടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? മണ്ണ് തടവുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇടത് കൈ കൊണ്ട് വലത് കൈ തടവുക. ഇടത് കൈ ആദ്യം എടുക്കണ്ട. ആദ്യം ഇടത് കൈ എടുത്തിട്ട് ഇങ്ങനെ വലത് കൈയിൻ്റെ താഴേക്കൂടി ഇങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ട് ഇതിലെങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ
ഇടത് കൈ കൊണ്ട് വലത് കൈ തടവുക. ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈ തടവുക. ഇനി നേരത്തെ നമ്മൾ മണ്ണുണ്ടാവുമല്ലോ, നേരത്തെ അടിച്ച മണ്ണ്, ആ മണ്ണുകൊണ്ട് എന്ത് ചെയ്യുക, ഇടത് കൈയിൻ്റെ താഴെ കൂടി ഇങ്ങനെ പോവുക. എന്നിട്ട് ഇങ്ങനെ വരിക, ഇങ്ങനെ. ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈ തടവുക. വിരലുകളുടെ തല മുതൽ മുട്ടുൾപ്പെടെ തടവണം. അപ്പൊ വിരലുകളുടെ തല, ഇതാണ് വിരലുകളുടെ തല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ തടവാൻ തുടങ്ങണം. താഴെ കൂടി ആദ്യം തുടങ്ങുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് പോവുക. അതേപോലെ ഇവിടെ അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ മനസ്സിലായി, തയമ്മും ചെയ്യേണ്ട രൂപം നമുക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ പഠിക്കേണ്ട നിയ്യത്ത് എന്താണ്, പിന്നെ മോതിരം അഴിച്ചു വെക്കുന്നത്, പിന്നെ നജസ് നീക്കം ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഓർഡറുകൾ, ആദ്യം ഏതാണ് പിന്നെ ഏതാണ് നോക്കുക. ആദ്യം മുഖം ഒരു വട്ടം, പിന്നെ വലത് കൈ ഏതുകൊണ്ടാണ് തടവേണ്ട, ഇടത് കൈ കൊണ്ട്, പിന്നെ ഇടത് കൈ വലത് കൈ കൊണ്ട്. അടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കിക്കോ. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവ് അവയവത്തിലുണ്ടെങ്കിൽ മുറിവില്ലാത്ത സ്ഥലം പൂർണ്ണമായി കഴുകണം. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ കയ്യിൽ മുറിയുണ്ട്, ഇവിടെയാണ് മുറിയുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയമ്മും ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം. എന്താ അറിയോ? അവിടെ വുളു എടുക്കണം, തയമ്മും ചെയ്യണം. അല്ലല്ലാ, അങ്ങനെ പണിയുണ്ട്, അങ്ങനെ ഉണ്ട്. ആദ്യം വുളു എടുക്കണം. വുളു എടുക്കണം ഏതുവരെ? വുളു ഫുള്ളായിട്ട് എടുക്കണ്ട. ആദ്യം നമ്മൾ മുൻകൈ കഴുകുന്നു, വുളുവിൻ്റെ സുന്നത്തിനെ വിട്ടുന്നൊക്കെ പറഞ്ഞാൽ ബിസ്മിയൊക്കെ ചൊല്ലി മുൻകൈ കഴുകി, പിന്നെ വായിൽ വെള്ളം കൊപ്പിളിച്ച് പല്ല് തേച്ച്, പിന്നെ മുഖം കഴുകുക. മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? ഇവിടെ മുറിയുണ്ട് അല്ലേ? അപ്പം മുറിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ എന്ത് ചെയ്യുക? കഴുകുക, ഫുള്ള് കഴുകുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഒരു തുണി എടുത്തിട്ട് വെള്ളമൊക്കെ തുടക്കുക. എന്നിട്ട് തുടച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മളെ മണ്ണ് കൊടുന്ന് വെക്കുക. മണ്ണ് കൊടുന്നിട്ടോ നമ്മൾ സാധാരണ തയമ്മുമിൻ്റെ രൂപം എന്താണ്? ഇങ്ങനെ കൈ അടിക്കുന്നു, എന്നിട്ട് മുഖത്ത് ഒരു വട്ടം തടവുന്നു, പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ചെയ്യാം. ഈ കൈയും തടവുന്നു. അത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വുളു എവിടെ എത്തി? വുളു ഈ കൈ കഴുകിയിട്ടുള്ളൂ. ഇനി ഈ കൈ കഴുകാല്ലേ? അപ്പൊ ഇനി ഈ കൈ കഴുകുക. എന്നിട്ട് ബാക്കി പിന്നെ തല തടവാളം, ചെവി തടവാളം, കാല് കഴുകാളൊക്കെ തടവിയിട്ട് വുളു പൂർത്തിയാക്കുക. അപ്പോൾ നമ്മളെ അവയവങ്ങളിൽ എവിടെയെങ്കിലും മുറി വന്നാൽ, വുളുവിൻ്റെ അവയവങ്ങളിൽ എവിടെയും മുറി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതുവരെയുള്ള വുളു നമ്മൾ ചെയ്യണം. എന്നിട്ട് വുളു നിർത്തി വെക്കണം. എന്നിട്ട് തയമ്മും ചെയ്യണം. എന്നിട്ട് തയമ്മും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വുളു എന്ത് ചെയ്യണം? വീണ്ടും പൂർത്തിയാക്കണം. അതവിടെ പറഞ്ഞു. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവ് അവയവത്തിൽ ഉണ്ടെങ്കിൽ മുറിവില്ലാത്ത സ്ഥലം പൂർണ്ണമായി കഴുകണം. ശേഷം ആ മുറിവിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണം. അപ്പൊ ഇത് പൂരിപ്പിക്കാനാ വരിക കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് എല്ലാവരും പഠിക്കുക. അടുത്തത് ഇനി അങ്ങനെ നിസ്കരിക്കേണ്ട കാര്യങ്ങളാണ് പറയണത്. സമയം നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് വേണ്ടി സമയം ആയ ശേഷം മാത്രമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായില്ല? ഒന്നുകൂടി വായിച്ചു നോക്കുക. സമയം നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാഇനൊക്കെ സമയമുണ്ട് അല്ലേ? ആ സമയമുള്ള നിസ്കാരങ്ങൾക്ക് വേണ്ടി സമയം ആയ ശേഷം, അഥവാ പള്ളിയിൽ ബാങ്ക് വിളിച്ച ശേഷമേ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തയമ്മും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ നോതെടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് നിങ്ങൾ നിസ്കരിച്ചു, കുഴപ്പമുണ്ടോ? ഇല്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഓതെടുത്തു, കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ തയമ്മും അങ്ങനെയല്ല. തയമ്മും എപ്പോഴേ പറ്റുള്ളൂ? സമയം ആയതിനു ശേഷം പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടതിന് ശേഷമേ തയമ്മും ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത, ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. ഇത് നിർബന്ധമായി കാണാതെ പഠിക്കട്ടോ. ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. ഇതെങ്ങനെ എഴുതാന്ന് പഠിക്കട്ടോ. അടിവരട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു തയമ്മ കൊണ്ട് ഒരു ഫർള് നിസ്കരിക്കാം. ഉളു അങ്ങനെയല്ലല്ലോ. ഉളു നമുക്ക് എത്രയും നിസ്കരിക്കാം. ഉളു കൊണ്ട് എത്രയും നിസ്കരിക്കാം. അടുത്ത, മയ്യത്ത് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും എത്രയും ആവാം. ഇവിടെ ഡാഷ് എത്രയും ആവാന്നാ വരിക. അപ്പൊ എന്താ പറയുക? മയ്യത്ത് നിസ്കാരവും സുന്നത്ത് നിസ്കാരം, ഈ രണ്ട് നിസ്കാരം പഠിച്ചു വെക്കുക. മയ്യത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം എത്രയും ആവാം. അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം ഡാഷ് എന്തായിരിക്കും? എത്രയും ആവാം. ഇത് രണ്ടും പൂരിപ്പിക്കാണ്ടാവും. അത് പഠിക്കുക. അടുത്ത, വുളു മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും ബാത്തിലാകുന്നതാണ്. വുളു മുറിയുന്ന 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുണ്ടായാൽ എന്താവും? തയമ്മും ബാത്തിലാകും. തയമ്മും ബാത്തിലാകും എന്ന് പറഞ്ഞാൽ തയമ്മും പോയി, പിന്നെ വീണ്ടും നമ്മൾ വേറെ തയമ്മും എടുക്കണം. ഒന്നാമത്തെ ചോദ്യം, തയമ്മും എന്നാൽ എന്ത്? എന്താ ഉത്തരം? ഇതവിടെ പഠിച്ചു നമ്മൾ. തയമ്മും എന്നാൽ എന്ത്? എന്താ? നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ആരാണ് തയമ്മും ചെയ്യേണ്ടത്?
ഇതാ വെള്ളം കിട്ടാതെ വരികയോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ അവരാണ് തയമ്മും എന്ത് ചെയ്യേണ്ടത്. അടുത്തത് തയമ്മുമിന്റെ നിയ്യത്ത് എന്ത്? അത് നമ്മൾ പഠിച്ചു. എന്താ നിയ്യത്ത്? ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. ശ്രദ്ധിക്കണം, നിയ്യത്ത് ശരിക്കും ശ്രദ്ധിക്കണം. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു, ആ നിയ്യത്താണ് പറ്റുള്ളൂ. അടുത്തത് തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം? വളരെ സിമ്പിളാണ്. ഇതാ വുളു മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും ബാത്തിലാകും. അടുത്ത് ചെയ്ത് ശീലിക്കാനാണ്. അടുത്ത ശരി തെറ്റത്. കാലിൽ മുറിവുള്ളത് കാരണം നിസ്കാരം ഉപേക്ഷിക്കുന്നു. ശരിയാണോ? ശരിയല്ല. കാലിൽ മുറിവുണ്ടായ എന്താ ചെയ്യേണ്ടത്? വുളു എടുക്കണം, എന്നിട്ടോ തയമ്മും ചെയ്യണം. അടുത്തത് തയമ്മും എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത തയമ്മും ചെയ്യുന്നു. ശരിയാണോ? പറ്റൂല. തയമ്മും എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒന്നുണ്ട്. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് പറയാം. വുളു എന്ന ഫർളിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, പക്ഷെ തയമ്മും എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് പറ്റൂല. അത് പ്രത്യേകം പഠിക്കുക. അടുത്ത് തയമ്മും ചെയ്യാൻ വേണ്ടി വാച്ച് അഴിച്ചു വെക്കുന്നു. അത് ശരിയാണ്, തയമ്മും ചെയ്യാൻ വേണ്ടി വാച്ച് അഴിച്ചു വെക്കണം. അപ്പൊ ഇവിടെ കുറച്ച് ചോദ്യോത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിൽ നിന്ന് നിർബന്ധമായി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ്? എപ്പോഴാണ്, അത് നേരത്തെ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്, പിന്നെ തയമ്മും എന്നാൽ എന്ത്, പിന്നെ ഇവിടെ പൂരിപ്പിക്കാൻ വുളുവിനും കുളിക്കും പകരം ഡാഷ് ചെയ്യണം. എന്താ? തയമ്മും ചെയ്യണം. അത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇവിടെ പൂരിപ്പിക്കാൻ വരും. എങ്ങനെ? വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവ് അവയവത്തിൽ ഉണ്ടെങ്കിൽ ഡാഷ് എന്താ? മുറിവില്ലാത്ത സ്ഥലം പൂർണ്ണമായി കഴുകണം. പിന്നെ ഇവിടെ ക്രമത്തിലാക്കാൻ വരും. എങ്ങനെ? വലത് കൈ ഇടത് കൈ മുഖം. ആദ്യം ഏതാ തടവേണ്ടത്? മുഖം, പിന്നെ വലത് കൈ, പിന്നെ ഇടത് കൈ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എത്ര വട്ടം തടവണം, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു പ്രാവശ്യം തടവുക. കണ്ടോ? ഒരു പ്രാവശ്യം തടവുക. ഇത് നിർബന്ധമായി പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.